മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലേക്ക് സ്വാഗതം. ഞാൻ സ്ത്രീയുടെ സെക്കൻഡ് റൗണ്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 4 സെഗ്മെൻറ്റ്സ് ആണെന്നറിയാലോ. 4 സെഗ്മെൻറ്റ്സിൽ ഒരു സെഗ്മെൻറ്റാണ് എൻ്റെ ഇഷ്ട കലാരൂപം, ജീവിതത്തിലെ ചിരി, വാദം പ്രതിവാദം, ഇന്ത്യയെ അറിയാൻ. ഇങ്ങനെ 4 സെഗ്മെൻറ്റ്സാണ് നമ്മൾ പുതിയ റൗണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഓരോ ദിവസവും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ജഡ്ജസിനെ പരിചയപ്പെടാം. ആദ്യമായി അഡ്വക്കേറ്റ് വാമനകുമാർ സർ, ശ്രീമതി KR മീര, ശ്രീ ബിനോയ് വിശ്വം, മുൻ വനം വകുപ്പ് മന്ത്രി. വെൽക്കം ജഡ്ജസ്, വെൽക്കം വൺസ് അഗൈൻ. ഇനി നമ്മുടെ കണ്ടസ്റ്റൻസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, നസീമ, വാണി, മാരിയത്ത്. അപ്പോൾ കണ്ടസ്റ്റൻസ് റെഡി, ജഡ്ജസ് റെഡി. ഇനി ഞാൻ എന്താ റെഡി ആവാണ്ടിരിക്കണേ? ദാ തുടങ്ങുക. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ തുടങ്ങുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലെ അടുത്ത സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. അടുത്ത സെഗ്മെൻറ്റാണ് ഇന്ത്യയെ അറിയാൻ. ഇന്ത്യയെ അറിയാമെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം സന്തോഷമാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യ അധികമൊന്നും അറിയില്ല. എന്നിരുന്നാലും എൻ്റെ കണ്ടസ്റ്റൻ്റോട് ഇന്ത്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനത്തിനെയും കുറിച്ച്. ഓരോ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടസ്റ്റൻ്റ് ഒരു സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്, ആ സംസ്ഥാനത്തിനെ കുറിച്ച് പഠിക്കുക. നമ്മളൊരു 10 ചോദ്യം എൻ്റെ വക, ജഡ്ജസിൻ്റെ വക ഒരു 3 ചോദ്യം. അങ്ങനെ ആ സംസ്ഥാനത്തെ അറിയുക, പ്രസൻസ് ഓഫ് മൈൻഡ്, ക്ലൂ പറയുമ്പോൾ പെട്ടെന്ന് ഹ്യൂമർ സെൻസ് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റുക. ഒരു ലൈറ്റർ സെഗ്മെൻറ്റാണ്, ബട്ട് സ്റ്റിൽ ഒരുപാട് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കും ഒരുപാട് ഇൻഫർമേഷൻ ഓരോ സംസ്ഥാനത്തിനെ കുറിച്ചും അറിയാനുള്ള ഒരു റൗണ്ടും കൂടിയാണ്, അതുകൊണ്ട് അത് തള്ളിക്കളയരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻ്റ് മാരിയത്താണ്. സുന്ദരി, സുഖാണോ? സുഖമാണ്. ഇപ്പോൾ കുറച്ച് ടെൻഷനുണ്ട്. അപ്പോൾ എപ്പോഴേ ടെൻഷൻ ഇല്ലാത്ത കുട്ടിക്ക് പറയൂ, ഏത് സമയത്തെ കുട്ടിക്ക് ടെൻഷൻ ഇല്ലാതെ? ഇങ്ങനത്തെ ഓരോ സമയത്ത് കൂടുതൽ ടെൻഷൻ വരും. അതെ, ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് തനി കോഴിക്കോട് ഭാഷ പറഞ്ഞാൽ ഇടങ്ങാറാക്കണ ചോദ്യങ്ങൾ ചോദിക്കലേത്. ഞാനല്ല ചോദ്യം ഉണ്ടാക്കണമെന്ന് കുട്ടിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ചിരിച്ചുല്ലോ, അതോടുകൂടി എനിക്ക് ഇങ്ങനെ മനസ്സ് കുളിർത്തു. ഇനിയിപ്പോൾ ഒരു മാർക്ക് തെറ്റിയാലും ഞാനങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടുതരാം. ഓക്കെ മാരിയത്തെ, ഏതാ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ റൈസ് ബൗൾ എന്നാണ് ആന്ധ്ര അറിയപ്പെടുന്നത്. സംസ്ഥാനത്തിലെ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ 70% അരിയാണ്. ഇന്ത്യയിലെ 2 പ്രധാന നദികളായ ഗോദാവരിയും കൃഷ്ണയും ആന്ധ്രാപ്രദേശിലൂടെയാണ് ഒഴുകുന്നത്. തെലങ്കാനയും ആന്ധ്രയും റായൽസീമയും അടങ്ങിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ ഭരതമുനി രചിച്ച നാട്യശാസ്ത്രത്തിൽ ആന്ധ്ര ജനതയെ പരാമർശിക്കുന്നു. തെലുഗു ഭാഷയ്ക്ക് 2400 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. ഗ്രീക്ക് സഞ്ചാരിയായ മെഗസ്തനീസ് ക്രിസ്തുവിന് 300 വർഷം മുമ്പ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജധാനി സന്ദർശിച്ച കാര്യം പരാമർശിക്കുമ്പോൾ രാജാവിൻ്റെ സൈനിക വ്യൂഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. 1951 നവംബർ 1-നാണ് പോറ്റി ശ്രീരാമുലുവിൻ്റെ ജീവത്യാഗത്തെ തുടർന്ന് കുർമുൽ തലസ്ഥാനമായി തെലുഗു സംസാരിക്കുന്ന ജനങ്ങൾക്കായി ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടത്. 1956 നവംബർ 1-ന് സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് ഹൈദരാബാദ് നൈസാമിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ ആന്ധ്ര രൂപം കൊണ്ടു. പുതിയ തലസ്ഥാനമായി ഹൈദരാബാദ് മാറി. പുതിയ ഒരു തെലങ്കാന സംസ്ഥാനത്തിനായുള്ള പ്രക്ഷോഭം ഇപ്പോൾ രൂക്ഷമാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ധനസമ്പത്തുള്ള ക്ഷേത്രമാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. എൻ്റെ അമ്മ എന്ത് ആന്ധ്ര എടുത്ത് എക്സ്പ്രഷൻ നോക്കൂ. എന്ത് കിട്ടിയാലും പഠിക്കണ്ടേ, അപ്പൊ പിന്നെ ആന്ധ്രാപ്രദേശ് എടുത്ത്. എന്നാ വരെ ചെറിയ വല്ല മിസോറാമോ ത്രിപുരയോ ഇവിടെ കരുതില്ല. ഇത്ര ഇട്ടാവട്ട സ്ഥലമേ ഉള്ളൂ. ആന്ധ്ര പറഞ്ഞ എത്രയാ? ഓക്കെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു പേടിപ്പിക്കില്ല. തെലുങ്ക് അറിയോ? തെലുങ്ക് അറിയില്ല. അവിടെ തെലുങ്ക് ആൾക്കാർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഹൗ ആർ യു എങ്ങനെയാ ചോദിക്കുക? എനിക്കറിയില്ല. എല്ലാം ഉണ്ണാരു അറിയില്ല. ആൺകുട്ടികൾ ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഷാജഹാനോ അല്ലെങ്കിൽ വരുണൊക്കെ നമ്മളിപ്പോൾ ഹൈദരാബാദ് പോയി അവരോട് എങ്ങനെ സംസാരിക്കാന്നറിയോ? വരുൺ ഗാരു, ഷാജഹാൻ ഗാരു, ചെപ്പണ്ടി അടിയിട്ടുന്നല്ല, വർത്താനം പറയൂ എന്നാണ് ഈ പറയണത്. പെൺകുട്ടികൾ എന്താ വിളിക്കാറിയോ? നമുക്കറിയണ വാക്കാ അമ്മായി. മാരിത്ത് അവിടെ പോയാൽ മാരിത്തമ്മായി, എല്ലാം നാരു നോക്കും, നെനു ബാഗുനാനു, അത് ഐ എം ഫൈൻ. ഇത്രയും ഞാൻ പഠിച്ചുള്ളൂ, കാണാതെ പഠിച്ചതാ. ഇനി എൻ്റെ വക ചോദ്യങ്ങളാവാം. ഓക്കെ ഓക്കെ. തെലുങ്ക് ഭാഷാ സംസ്ഥാന രൂപീകരണത്തിനായി ആത്മാഹുതി ചെയ്ത ജനനേതാവ് ആരാണ്? പോറ്റി ശ്രീ രാമുലു. വെരി ഗുഡ് മാരിയത്ത്, അമ്മായി അടിപൊളി. ഓക്കെ, അടുത്ത ചോദ്യം.
കാക്കതീയ ഭരണകാലത്തെ പ്രസിദ്ധമായ ശില്പവേല എവിടെയാണുള്ളത്? കാക്കതീയ ഭരണകാലത്തെ പ്രസിദ്ധമായ ശില്പവേല എവിടെയാണുള്ളത്? അറിയോ? വാറുണ്യോ? എന്താ ഈ ഉത്തരം സംശയമുള്ളപ്പോഴല്ലോ നമ്മുടെ കൊച്ചു പിള്ളേർ സ്കൂളിൽ ഒന്നും അങ്ങോട്ട് കേൾക്കില്ല. അറിയണ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ഉറക്കെ പറയും. വാറങ്കൽ. കറക്റ്റ്, 2 മാർക്ക്. നവാബിന്റെ ഹാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വാസ്തുശില്പം എവിടെയാണുള്ളത്? അദോസി. അതോ സി അല്ല, ഞാൻ തന്നിട്ട് മാർക്ക്. അദോനി. അദോസി. ഞാൻ അദോനി അങ്ങനെ പഠിച്ച. ഓക്കെ. തെലുഗു ഭാഷയുടെ ആദി പിതാവ് എന്നറിയപ്പെടുന്ന ആദി കവി ആരാണ്? ആദി കവി നന്നയ്യ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. 4 മാർക്ക്. ഇത് കുറച്ച് 300 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചോദ്യമാണ്. ക്രിസ്തുവിന് 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ആന്ധ്ര സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരി? മെഗസ്തനീസ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. 5 മാർക്ക്. അമ്മായി, ഹൈദരാബാദ് നഗരം ഏത് നദീതീരത്താണ്? മുസി. വെരി ഗുഡ്. ഫ്രഞ്ച് ഭാഷയിൽ മെർസി എന്ന് പറയുന്നു. താങ്ക് യു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും ധനസമ്പത്തുള്ള നാട്ടുരാജാവ് ആരായിരുന്നു? നാട്ടുരാജാവ് മുഴുവൻ പറയട്ടെ. നൈസാം ആണോ? പറയൂ. കറക്റ്റാപ്പാ. നൈസാം. എവിടുത്തെ നൈസാമായിരിക്കും? ഹൈദരാബാദ്. കറക്റ്റ് ആൻസർ. നൈസാം ഹൈദരാബാദ്. നിസാം ഓഫ് ഹൈദരാബാദ്. 7ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ആണ്. ഓ, ഇത് എളുപ്പാ. ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് സെന്ററിന്റെ പേര്? ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് സെന്ററിന്റെ പേര്? സതീഷ് ഇടയിലൊരു പേരുണ്ട്. സതീഷ് കറക്റ്റാ, ഞാൻ മാർക്ക് തന്നെ. പക്ഷെ സതീഷ് ഇടയിലൊരു പേരുണ്ട്. ഞാൻ മാർക്ക് തന്നു, പക്ഷെ ട്രൈറ്റ്. മാരിയത്തോട് എനിക്ക് ഇഷ്ടം കൂടിയുണ്ട് ഞാൻ ചോദിക്കുക. പണ്ട് ഈ പേരുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അത് ഐ തിങ്ക് രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലത്ത് ഐ തിങ്ക് അവരൊരു അഡ്വൈസർ ഉണ്ടായിരുന്നു. അതേ സ്പേസ് സെന്റർ. അത് കറക്റ്റാണ്. ഇടയിലൊരു പേരുണ്ട്. സതീഷിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു ഗാന്ധിയോ അല്ല, ഗാന്ധിയോ? അത് ഞാൻ ക്ലൂ തന്നതാ മകളെ. സതീഷ് സ്പേസ് സെന്റർ കറക്റ്റ്. പക്ഷെ അദ്ദേഹത്തിന് ഫുൾ പേര് സതീഷ്. അടുത്തൊരു പേരുണ്ട്, ലൈക്ക് മാധുരി ദീക്ഷിത് എന്നൊക്കെ പറയുന്ന മാതിരി. എന്റെ ദൈവമേ, സതീഷ് എന്ന പേരിന് മാധുരി ദീക്ഷിത് എങ്ങനെ വന്നു എനിക്ക് അറിഞ്ഞൂടാ. ഒരു സർനെയിം. ഈ ആൾക്കാര് കളിയാക്കുമ്പോ മാധവൻ എന്ന് പറഞ്ഞാൽ അതിനെ 2 ആക്കും ചിലപ്പോ. അതെ, എന്റെ മകന്റെ പേര് അറിഞ്ഞൂടാ. എന്റെ മകന്റെ പേരറിയോ? ഇല്ല. തെലുങ്ക് ദേശത്ത് നന്നയ്യെ കുറിച്ച് അറിയാം. ഈ അടുത്തിരിക്കുന്ന രേഖാമേന്റെ കുട്ടിയുടെ പേര് അറിഞ്ഞൂടാ. എനിക്ക് വളരെ വിഷമം. ബാക്കി ചോദ്യം ഞാൻ ചോദിക്കാം, ഞാൻ പോവാ. ടെൻഷൻ കൊണ്ട് മറന്നു പോണ്ട. ധവാൻ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എന്റെ മോന്റെ പേര് അവാൻ എന്നാണ്. ആ മാറ്റി വിട്ടതാണ്. സോറി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായത് ഏത് കൊല്ലം? നരസിംഹറാവു ആണ് ആ മുഖ്യമന്ത്രി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയത് ഏത് കൊല്ലം? ആന്ധ്രയുടെ മുഖ്യമന്ത്രി ആയത് 1971. വെരി നൈസ്, വെരി ഗുഡ്. 9 ചോദ്യം കറക്റ്റായി. 10ാമത്തെ ചോദ്യം കറക്റ്റായി. എനിക്ക് സന്തോഷമായി. എൻ്റെ ജോലി കഴിഞ്ഞു. ഞാൻ താങ്കളെ ആന്ധ്രക്കാർക്ക് വിടും. ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? നീലൻ സഞ്ജീവ റെഡ്ഡി. ഒന്നും പറയൂ. നീലൻ സഞ്ജീവ റെഡ്ഡി. ഈ ചിരി കാണാനാണ് ഞാൻ ഇരുന്നത്. എനിക്ക് നീലൻ സഞ്ജീവ റെഡ്ഡി ഒരു പ്രാവശ്യം കേട്ടാൽ മതി. പക്ഷെ എനിക്ക് ഈ ചിരി കാണാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം പറയിപ്പിച്ചതാ. താങ്ക് യു മാരിയത്തമ്മായി. 10ൽ 10 മാർക്ക് മേടിച്ച് ആന്ധ്രക്കാരെ പിന്നെ കൂടെയുള്ള കണ്ടസ്റ്റൻസൊക്കെ മാനം രക്ഷിച്ചു. 10ൽ 10 മാർക്ക് ഞാൻ ജഡ്ജസിന് കൊടുക്കുകയാണ്. ബിനോയ് സർ, ഞങ്ങളുടെ മാരിയത്തോടെ ഒരു ആന്ധ്ര ചോദ്യം. ആന്ധ്രയിൽ ഇപ്പൊ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പ്രക്ഷോഭ സമരങ്ങളൊക്കെ. തെലങ്കാന പ്രശ്നമുണ്ട്. കാതല് തെലങ്കാന 2 സംസ്ഥാനമായിട്ട് രൂപീകരിക്കുക. ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന സംസ്ഥാനമായിട്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നം. അതിനൊരു രാഷ്ട്രീയ ഇടപെടലാണ്. ഒരു ചോദ്യം കൂടി. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന് മറക്കാനാകാത്ത നേതാക്കന്മാരെ ചിലർ ആന്ധ്ര വന്നിട്ടുണ്ട്. ആരെങ്കിലും അറിയുമോ? ഒരു മാർക്ക് കിട്ടി കഴിഞ്ഞു. ഇത് കിട്ടിയ മാർക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അറിയില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ രീതിയിൽ ബഹുമാനിക്കത്തക്ക
ത്യാഗം ചെയ്ത ഒരു അനവധി പേരുണ്ട്. ഒന്ന് രണ്ട് പേരുടെ പേര് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നു, ചോദിക്കാൻ തോന്നിപ്പോയി. ഒരു ക്ലൂ കൊടുക്കൂ സർ. അത് വേണ്ട, ഞാൻ പറയാം. നമുക്കൊരു സി രാജേശ്വര റാവു ഉണ്ടായിരുന്നു, പിന്നെ പി സുന്ദരയ്യ ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ ആളുകളാണ്. താങ്ക് യു മാരിയത്ത്, താങ്ക് യു സർ. മീര മാഡം, ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. നൈസാമിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ. അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത്, ആ രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ഈ ആന്ധ്രാപ്രദേശിന്റെ പേരെന്തായിരുന്നു എന്നറിയാം? അവിടുത്തെ സ്ഥലത്തിന്റെ പേരോ? ഈ ആന്ധ്രയുടെ പേര് ആന്ധ്ര ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആന്ധ്ര. ആ സംസ്ഥാനത്തിന് എന്തായിരുന്നു പേര്? ആന്ധ്രന്നോ? അല്ല, ആന്ധ്രാപ്രദേശ് ആയിരുന്നു. അത് നിസാം ഭരിച്ചിരുന്നപ്പോ എന്തായിരുന്നു നൈസാം അതിന്റെ പേര്? ഭരിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണ് ആന്ധ്ര അറിയപ്പെട്ടിരുന്നത്? വളരെ സിമ്പിളാ. പേരേല് പറഞ്ഞല്ലോ, നൈസാം ഭരിച്ചിരുന്ന ഭാരത്. അപ്പൊ എന്തായിരിക്കും? ഒരു നഗരത്തിന്റെ പേരിലായിരിക്കണമല്ലോ. ഉറക്കെ പറഞ്ഞു. ഞാൻ ഒന്നും ഇതിൽ ക്ലൂ പറയാൻ പാടില്ല. എന്നാ പറയട്ടെ. ഹൈദരാബാദ് സംസ്ഥാനം എന്ന് തന്നെയാണ്, സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദ് എന്നാണ് അറിയപ്പെട്ടത്. ഞാൻ എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ഈ ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു 200 ഏക്കറിലധികം സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻ്റഗ്രേറ്റഡ് ഫിലിം കോംപ്ലക്സ് ഉണ്ട്. വലിയ സിനിമ നിർമ്മിക്കാൻ വലിയൊരു വലിയ കോംപ്ലക്സ് ആണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഈ ഹൈദരാബാദൊക്കെ പോകുന്ന ആൾക്കാർ എങ്ങനെയോ അവിടെ പോകാറുണ്ട്. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്താണ് ആ ഫിലിം കോംപ്ലക്സിന്റെ പേര്? രാമോജി ഫിലിം സിറ്റി. രാമോജി ഫിലിം സിറ്റി. രാമോജി റാവു ഫിലിം സിറ്റി എന്നുണ്ട് അല്ലേ? രാമോജി റാവു ഫിലിം. രാമോജി റാവു കറക്റ്റ് ആൻസർ ആണ്. ഈ നാട് പത്രത്തിന്റെ ഒക്കെ ഓണറാണ് അദ്ദേഹം. കറക്റ്റ്. മാരിയത്തെ 12 മാർക്ക് കിട്ടി.